വെൽക്കം ബാക്ക് +2 സുവോളജി ക്ലാസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ 2 പാർട്ടുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? റിപ്രൊഡക്ഷൻ ഇൻ മെയിൽ ആൻഡ് റിപ്രൊഡക്ഷൻ ഇൻ ഫീമെയിൽ അല്ലേ? അപ്പോൾ പ്രത്യുൽപാദനം മനുഷ്യനിൽ എന്ന ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടുകളായിട്ട് പഠിച്ചത് റിപ്രൊഡക്ഷൻ ഇൻ മെയിൽ ആൻഡ് റിപ്രൊഡക്ഷൻ ഇൻ ഫീമെയിൽ, അതുപോലെ തന്നെ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ കാണിക്കുന്ന, അതായത് ഫീമെയിലിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ കാണിക്കുന്ന ഭാഗങ്ങളും അതുപോലെ തന്നെ മെയിലിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ കാണിക്കുന്ന വിവിധ പാർട്സുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഓരോ ഭാഗങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ ഫങ്ഷൻസും എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് കടക്കാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഗ്യാമറ്റോജെനിസിസ്. എന്താണ് ഗ്യാമറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ? ഗ്യാമൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബീജം അല്ലേ? അതായത് പുംബീജവുമുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകളുടെ അണ്ഡവും, ഇത് ചേർന്നിട്ടുള്ളതാണ് എന്ത്? ബീജം അല്ലേ? പുരുഷന്മാരിൽ പുംബീജവും അല്ലെങ്കിൽ സ്പേമും, സ്ത്രീകളിൽ അണ്ഡവും അതായത് ഓവും ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആ ഫോർമേഷൻ, ആ ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്യാമറ്റോജെനിസിസ് എന്ന് വിളിക്കുന്നത്. So what is gametogenesis? It is the process of formation and differentiation of haploid gametes or sperms and ova from the diploid primary germ cells. അതായത് പ്രൈമറി ജേംസ്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി ജേം സെൽസിൽ നിന്നും ഹാപ്ലോയിഡ് ഗാമേറ്റ്സ് ഉണ്ടാകുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്യാമറ്റോജെനിസിസ്. അത് സ്പേമാവാം, ഓവമാവാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രൈമറി സെക്സ് ഓർഗൻസ് ആയിട്ടുള്ള ടെസ്റ്റിസ് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഫീമെയിൽസിൽ സ്പേം ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഓവറി സ്ത്രീകളിൽ ഓവവും ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഇവ ഉണ്ടാകുന്ന ഈ ഒരു പ്രക്രിയയാണ് എന്ത് വിളിക്കുന്നത്? പൊതുവേ നമ്മൾ ഗ്യാമറ്റോജെനിസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സിനെ സ്പെർമാറ്റോജെനിസിസ് എന്നും ഓവം ഉണ്ടാകുന്ന പ്രക്രിയയെ എന്ത് വിളിക്കുന്നു? ഊജെനിസിസ് എന്നും വിളിക്കുന്നു. അതായത് ഓരോ ഫീമെയിൽ, അതായത് ഓരോ സ്പെർമാറ്റിഡ് പ്രൈമറി ജേം സെൽസിൽ നിന്നും 46 ക്രോമസോമുകളുള്ള ഡിപ്ലോയിഡുകളാണ്. ഓക്കെ, ഇവ എന്ത് ചെയ്യുന്നുണ്ട്? ഇവ ഹാപ്ലോയിഡുകളായിട്ട്, അതായത് 23 ഹാപ്ലോയിഡ് ഗ്യാമറ്റായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഗ്യാമറ്റോജെനിസിസ് ആൻഡ് ഊജെനിസിസ്. The spermatogenesis is the process found in males and the oogenesis in females. Okay, ഇനി നമുക്ക് ഓരോ പ്രോസസ്സും എന്താണ്, അതിലെന്തൊക്കെയാണ് ഇൻവോൾവ് ആവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്പെർമാറ്റോജെനിസിസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 stages, formation of spermatids and spermiogenesis. അതായത് സ്പെർമാറ്റോജെനിസിസ് എന്നുള്ളതിൽ 2 സ്റ്റേജസ് ഉണ്ട്, ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് ആൻഡ് സ്പെർമിയോജെനിസിസ്. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഡയഗ്രമാറ്റിക് സെക്ഷണൽ വ്യൂ ഓഫ് സെമിനിഫറസ് ട്യൂബുൾസ്. അതായത് നമുക്കറിയാം ബീജോൽപാദന നാളിക, അതായത് സെമിനിഫറസ് ട്യൂബുൾസിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് സെക്ഷണൽ വ്യൂ ആണ്. അപ്പോൾ നമുക്കറിയാം ടെസ്റ്റിസിലാണ് എന്തുണ്ടാവുന്നത്? സ്പേംസ് ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ ഈ പിക്ചർ എല്ലാവരും ശ്രദ്ധിക്കുക. സ്പെർമാറ്റോഗോണിയം അല്ലേ? സ്പെർമാറ്റോഗോണിയ എന്ന് കാണപ്പെടുന്നുണ്ട്. അതായത് ടെസ്റ്റിസിലെ മെച്ചോർഡ് ആവാത്ത ഫീമെയിൽ ബീജകോശങ്ങളാണ് എന്ത്? സ്പെർമാറ്റോഗോണിയ. ഇത് മെച്ചോർഡ് ആകുമ്പോൾ, അതായത് പ്രായപൂർത്തിയാകുമ്പോൾ ഫീമെയിൽസിൽ സ്പെർമാറ്റോ, അതായത് ഈ ഒരു പുംബീജ സ്പെർമാറ്റോഗോണിയ എന്ന അതിൽ നിന്നും ഈ ഒരു സ്പെർമാറ്റോജെനിസിസ് ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, ഇനി സ്പെർമാറ്റോജെനിസിസ് നടക്കുന്നത് എവിടെയാണ്? സെമിനിഫറസ് ട്യൂബുൾസിൻ്റെ ഉൾഭിത്തിയിലാണ് കാണപ്പെടുന്നത്. അവിടെ എന്ത് കാണപ്പെടുന്നുണ്ട്? ഈ ഒരു സ്പെർമാറ്റോഗോണിയ കാണപ്പെടുന്നുണ്ട് അല്ലേ? ഏറ്റവും ലാസ്റ്റ് നോക്കുക, സ്പെർമാറ്റോഗോണിയ എവിടെയാണ് കാണപ്പെടുന്നത്? ഈ ഒരു സെമിനിഫറസ് ട്യൂബുൾസിൻ്റെ ഇന്നർ ലൈനിങ് വോൾസിലാണ് ഈ ഒരു സ്പെർമാറ്റോഗോണിയ കാണപ്പെടുന്നത്. ഓക്കെ, ഇവ മൈറ്റോസിസ് വഴി എണ്ണത്തിൽ വർദ്ധിക്കുന്നു. ഇനി ഓരോ സ്പെർമാറ്റോഗോണിയ
46 ക്രോമസോമുകളുള്ള ഡിപ്ലോയിഡുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ സ്പെർമാറ്റോഗോണിയയുടെയും ക്രോമസോം നമ്പർ എത്രയാണ്? 46 ആണ്, അതായത് ഡിപ്ലോയിഡുകളാണ്. ഇനി ചില സ്പെർമാറ്റോഗോണിയ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് എന്നും വിളിക്കുന്നുണ്ട്. എന്താണ്? ചില സ്പെർമാറ്റോഗോണിയയെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് എന്ന് വിളിക്കുന്നുണ്ട്. ഇവയിൽ മിയോസിസ്, അതായത് ഒരു നിശ്ചിത ക്രമത്തിൽ നടന്നുകൊണ്ടിരിക്കും. ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് മിയോസിസിൻ്റെ ആദ്യ വിഭജനം നടത്തുന്നതിൻ്റെ ഫലമായി 2 തുല്യ ഹാപ്ലോയിഡ്, അതായത് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് രൂപപ്പെടുന്നു. കണ്ടോ, ഈ ഒരു ചിത്രത്തിൽ സ്പെർമാറ്റോഗോണിയ എന്തായി മാറുന്നു? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, പിന്നീട് അത് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. ഇവയ്ക്ക് 23 ക്രോമസോമുകൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഇനി സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് ഈ ഒരു മിയോസിസിൻ്റെ രണ്ടാമത്തെ വിഭജനം നടക്കുന്നതിന് ഫലമായി 4 തുല്യ ഹാപ്ലോയിഡ് കോശങ്ങൾ ഉണ്ടാവുന്നു. ഇവയെയാണ് എന്ത് വിളിക്കുന്നത്? സ്പെർമാറ്റിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്പെർമാറ്റിഡ്സ് എന്താണ്? ഫസ്റ്റ് സ്പെർമാറ്റിഡ് ഫോർമേഷൻ നടന്നു അല്ലേ? ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ്, അതായത് സ്പെർമാറ്റോജെനിസിസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്പെർമാറ്റിഡ്സ് അല്ലേ? ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ്. അപ്പോൾ ഇവിടെ എത്ര സ്പെർമാറ്റിഡ്സ് ഉണ്ടാവുന്നുണ്ട്? ഇവിടെ 4 സ്പെർമാറ്റിഡ്സ് ഉണ്ടാവുന്നുണ്ട്. ഇനി സ്പെർമാറ്റിഡിൽ ഉള്ള ക്രോമസോമുകളുടെ എണ്ണം എത്രയായിരിക്കും? 23 ആയിരിക്കും അല്ലേ? ഇനി സ്പെർമിയോജെനിസിസ് എന്ന പ്രക്രിയ വഴി സ്പെർമാറ്റിഡുകൾ സ്പെർമാറ്റോസോവ ഓർ സ്പെർംസ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ സ്പെർമാറ്റിഡ് എങ്ങനെയായി മാറുന്നുണ്ട്? സ്പെർമിയോജെനിസിസ് വഴി സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പെർംസ്, മെച്ചോർഡ് ആയിട്ടുള്ള ഒരു ഗ്യാമേറ്റ്, മെയിൽ ഗ്യാമേറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. നമ്മൾ സെമിനിഫറസ് ട്യൂബൂൾസിൻ്റെ ഇന്നർ വോളിലാണ് സ്പെർമാറ്റോഗോണിയം കാണപ്പെടുന്നത്. ഈ ഒരു സ്പെർമാറ്റോഗോണിയം മൈറ്റോസിസ് വഴി എണ്ണത്തിൽ വർധനവ് ഉണ്ടാവുന്നു. അതായത് ഓരോ സ്പെർമാറ്റോഗോണിയക്കും 46 ക്രോമസോമുകളുള്ള ഡിപ്ലോയിഡുകളാണ് കാണുന്നത്. ഇനി ചില സ്പെർമാറ്റോഗോണിയ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. ഇവയിൽ മിയോസിസ് സംഭവിച്ച് നിശ്ചിത ക്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പ്രാഥമിക, അതായത് ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് മിയോസിസിൻ്റെ ആദ്യ വിഭജനം നടത്തുന്നതിൻ്റെ ഫലമായി 2 തുല്യ ഹാപ്ലോയിഡ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് രൂപപ്പെടുന്നുണ്ട്. ഇവയ്ക്ക് 23 ക്രോമസോമുകൾ മാത്രമാണ് കാണപ്പെടുന്നുള്ളൂ. ഇനി സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് മിയോസിസിൻ്റെ രണ്ടാമത്തെ വിഭജനം നടക്കുന്നതിന് ഫലമായിട്ട് 4 തുല്യ ഏകപ്ലോയിഡ്, അതായത് ഹാപ്ലോയിഡ് കോശങ്ങൾ ഉണ്ടാകുന്നു. ഇവയെയാണ് എന്ത് വിളിക്കുന്നത്? സ്പെർമാറ്റിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സ്പെർമാറ്റിഡിൽ ഉള്ള ക്രോമസോമുകളുടെ എണ്ണത്തിലായിരിക്കും? അത് 23 ആയിരിക്കും, ഹാപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, ഇനി സ്പെർമിയോജെനിസിസ് എന്ന ആ ഒരു പ്രോസസ്സ് വഴിയാണ് സ്പെർമാറ്റിഡുകൾ എന്തായി മാറുന്നത്? സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ ഒരു മെച്ചോർഡ് ആയിട്ടുള്ള സ്പെർമായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സ്പെർമിയോജെനിസിന് ശേഷം സ്പേംസിൻ്റെ തലഭാഗം ഒരു സെല്ല്, ഒരു കോശത്തിൽ ആഴ്ത്തി വെച്ചിരിക്കും. ഇതിന് വിളിക്കുന്ന പേരാണ് സെർട്ടോളി സെൽസ് അല്ലേ? ഈ പിക്ചറിൽ കാണുന്നതാണ് എന്ത്? സെർട്ടോളി സെൽ. സെർട്ടോളി സെൽ എവിടെയാണെന്നുള്ളത് എല്ലാവരും നോക്കുക. ആ ഒരു സ്പേമിൻ്റെ ഹെഡ് എപ്പോഴും എന്തായിരിക്കും? ദാറ്റ് ഇമ്മേഴ്സ്ഡ് ഇൻ ടു ദി സെർട്ടോളി സെൽസ്. ദെൻ spermatogenesis include following phases: multiplication phase, growth phase, maturation phase and differentiation phase. അപ്പോൾ ഞാനിവിടെ മുന്നേ ഡിസ്കസ് ചെയ്ത ഫേസസുകളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഫേസിലും എന്തൊക്കെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫേസ് ആണ് മൾട്ടിപ്ലിക്കേഷൻ ഫേസ്. മൾട്ടിപ്ലിക്കേഷൻ ഫേസിൽ എന്താണ് നടക്കുന്നത്? സ്പെർമാറ്റോഗോണിയ പ്രസന്റ് ഓൺ ഇന്നർ വോൾ ഓഫ് ദി സെമിനിഫറസ് ട്യൂബൂൾസ് മൾട്ടിപ്ലൈ ബൈ മൈറ്റോട്ടിക് ഡിവിഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പെർമാറ്റോഗോണിയ എവിടെയാണ്? സ്പെർമാറ്റോഗോണിയ പ്രസന്റ് ഓൺ ദി ഇന്നർ വോൾ ഓഫ് ദി സെമിനിഫറസ് ട്യൂബൂൾസ് അല്ലേ? സെമിനിഫറസ് ട്യൂബൂൾസിൻ്റെ ഇന്നർ വോളിലാണ് സ്പെർമാറ്റോഗോണിയ കാണപ്പെടുന്നത്. ഇത് മൈറ്റോട്ടിക് ഡിവിഷൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? അവയുടെ എണ്ണത്തിൽ വർദ്ധിക്കുന്നു. ഓക്കെ, അതാണ് മൾട്ടിപ്ലിക്കേഷൻ ഫേസിൽ നടക്കുന്നത്.
ദ നെക്സ്റ്റ് ഫേസ് ഗ്രോത്ത് ഫേസ്. എന്താണ് ഗ്രോത്ത് ഫേസിൽ നടക്കുന്നത്? സ്പെർമാറ്റോഗോണിയ ഗ്രോ ആൻഡ് ഇൻക്രീസ് ഇൻ സൈസ് ആൻഡ് ഫോം പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ്. അപ്പോൾ ആ ഒരു സെമിനിഫറസ് ട്യൂബൂൾസിൻ്റെ ഇന്നർ ലൈനിൽ കാണപ്പെടുന്ന സ്പെർമാറ്റോഗോണി എന്ത് ചെയ്യുന്നുണ്ട്? അവയുടെ വലുപ്പത്തിലും നമ്പറിലും എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. പിന്നെ അതെന്തായി മാറുന്നു? ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് ആയിട്ട് അവ മാറുന്നു. Each spermatogonia is diploid and contains 46 chromosome. അപ്പോൾ ഓരോ സ്പെർമാറ്റോഗോണിയ എന്താണ്? ഡിപ്ലോയിഡ് കണ്ടീഷനിലാണ്. അതായത് അവയിൽ 46 ക്രോമസോമുകൾ കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ സ്പെർമാറ്റോഗോണിയ എന്തായി മാറുന്നുണ്ട്? ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അവയുടെ നമ്പറിലും ഇൻക്രീസ് ആവുന്നുണ്ട്. ഇനി ഓരോ സ്പെർമാറ്റോഗോണിയ എന്തായി മാറുന്നു? ഡിപ്ലോയിഡ് ആയി മാറി അതിൽ 46 ക്രോമസോമുകൾ കാണപ്പെടുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഫേസാണ് മെച്ചുറേഷൻ ഫേസ്. എന്താണ് മെച്ചുറേഷൻ ഫേസിൽ സംഭവിക്കുന്നത്? സം ഓഫ് ദ സ്പെർമാറ്റോഗോണിയ കോൾഡ് സ്പെർമാറ്റോസൈറ്റ്സ് പീരിയോഡിക്കലി അണ്ടർഗോ മിയോസിസ്. അതായത് ഇവിടെ ചില സ്പെർമാറ്റോഗോണിയെ സ്പെർമാറ്റോസൈറ്റ്സ് എന്ന് വിളിക്കും. പിന്നെന്താ അതിനെന്ത് സംഭവിക്കുന്നു? ആ സ്പെർമാറ്റോസൈറ്റ്സിന് അവ മിയോസിസ് സംഭവിക്കുന്നുണ്ട്. Next, a primary spermatocyte complete the first meiotic division or reduction division, leading to the formation of two equal haploid cells called secondary spermatocytes, which have only 23 chromosomes each. അതായത് ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് എന്തായി മാറും? കംപ്ലീറ്റ് ആയിട്ട് ഒരു മിയോട്ടിക് ഡിവിഷൻ സംഭവിക്കുന്നുണ്ട്. അതായത് അവിടെ എന്താണ്? റിഡക്ഷൻ ഡിവിഷനാണ്. അതായത് ഡിപ്ലോയിഡ് ഉള്ളത് എന്തായി മാറും? ഹാപ്ലോയിഡ് ആയിട്ട് മാറും. ലീഡിങ് ടു ദ ഫോർമേഷൻ ഓഫ് ടു ഈക്വൽ ഹാപ്ലോയിഡ് സെൽ. അതായത് ഡിപ്ലോയിഡ് സെല്ലിൽ നിന്നും 2 ഈക്വൽ ഹാപ്ലോയിഡ് സെല്ലായിട്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനെ വിളിക്കുന്നതാണ് എന്ത്? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് എന്നുള്ളത്. ഇനി ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സിന് ഈ ഓരോ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സിനും എത്ര ക്രോമസോം വീതമാണ് ഉണ്ടാവുക? വിച്ച് ഹാവ് ഓൺലി 23 ക്രോമസോംസ്. ഓക്കെ, മനസ്സിലായോ? അതായത് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ സംഭവിച്ച് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ സംഭവിച്ച് 2 ഈക്വൽ ഹാപ്ലോയിഡ് സെല്ലായിട്ട് ഫോം ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ്. ഈ ഓരോ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സിനും 23 ക്രോമസോം വീതമാണ് ഉണ്ടാവുക. അതായത് ഒരു ഹാപ്ലോയിഡ് കണ്ടീഷനാണ് അവിടെ സംഭവിക്കുക. ഓക്കെ, ദ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് അണ്ടർഗോ ദ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ടു പ്രൊഡ്യൂസ് 4 ഈക്വൽ ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്സ്. അതായത് അവിടെ സെക്കൻഡറി ഉണ്ടായി അല്ലേ? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് റിഡക്ഷൻ ഡിവിഷൻ സംഭവിച്ച് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റായി മാറി. ഈ ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് എന്തായി മാറുന്നുണ്ട്? സെക്കൻഡറി മിയോട്ടിക് ഡിവിഷൻ നടന്ന് അവിടെ 4 ഈക്വൽ ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്സ് ആയിട്ട് അവിടെ മാറുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഓരോ സ്പെർമാറ്റിഡ്സിനും എത്ര ക്രോമസോം വീതമായിട്ടായിരിക്കും ഉണ്ടാവുക? 23 ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് മെച്ചുറേഷൻ ഫേസിൽ നടക്കുന്നത്. നെക്സ്റ്റ് ഫേസ് ഡിഫറൻസിയേഷൻ ഫേസ്. ഡിഫറൻസിയേഷൻ ഫേസ് എന്താണ്? ദ സ്പെർമാറ്റിഡ്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു സ്പെർമാറ്റോസോവ ഓർ സ്പേംസ് ബൈ ദ പ്രോസസ് ഓഫ് സ്പെർമിയോജെനിസിസ്. അപ്പോൾ ഡിഫറൻസിയേഷൻ സ്പേസിൽ നമ്മൾ 4 സ്പെർമാറ്റിഡ്സ് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. ആ ഓരോ സ്പെർമാറ്റിഡ്സ് എന്തായി മാറുന്നുണ്ട്? ഒരു സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ മെച്ചോർഡ് ആയിട്ടുള്ള ഒരു ഗാമേറ്റ് അല്ലെങ്കിൽ ഒരു സ്പേം ആയിട്ട് അവിടെ മാറുന്നുണ്ട്. ആ മാറുന്ന പ്രക്രിയനെ വിളിക്കുന്ന പേരാണെന്ത്? സ്പെർമിയോജെനിസിസ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വരാം, വാട്ട് ഈസ് സ്പെർമിയോജെനിസിസ്? സ്പെർമിയോജെനിസിസ് ഈസ് ദ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് ടു ദി സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ the spermatids are transformed into spermatozoa is known as spermiogenesis. Okay, the sperm's head gets attached to Sertoli cells to draw nourishment and are finally released from the seminiferous tubules by the process called spermiation. ഓക്കെ, ഇനി ഈ ഒരു സ്പേം, ഈ മെച്ചോർഡ് ആയിട്ടുള്ള ഈ ഒരു സ്പെർമിയോജെനിസിസിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള സ്പേം അതിൻ്റെ ഹെഡ് ഒരു സെല്ലുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. ആ സെല്ലിനെ വിളിക്കുന്ന പേരാണെന്ത്? സെർട്ടോളി സെല്ല്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു സ്പേമിന് നൗറിഷ്മെൻ്റ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വൈറ്റമിൻസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ലഭിക്കുക, അവയുടെ ഗ്രോത്തിനൊക്കെ കുറച്ച് ന്യൂട്രിയൻസ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെർട്ടോളി സെൽസിൽ അത് സിങ്കായിട്ട് കിടക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് എന്ത് ചെയ്യും? സെമിനിഫറസ് ട്യൂബൂൾസ് ഈ സ്പേമിനെ റിലീസ് ചെയ്യും. ഏത് വഴി? സ്പെർമിയേഷൻ വഴി. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പെർമിയോജെനിസിസ് എന്താണ്, സ്പെർമിയേഷൻ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ വരും. ഓക്കെ,
അപ്പോൾ സ്പെർമിയോജെനിസിസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റോസോവ ഫ്രം ദി സ്പെർമാറ്റിഡ്സ് ഇസ് നോൺ ആസ് സ്പെർമിയോജെനിസിസ്. ഇനി സ്പെർമിയേഷൻ എന്ന് ക്വസ്റ്റ്യൻ വന്നാലോ അവിടെ എന്ത് എഴുതണം? ഇറ്റ് ഈസ് എ റിലീസിങ് ഓഫ് ദി sperms from the seminiferous tubules. This process is known as spermiation. Okay. Then spermatogenesis starts at the age of puberty by the gonadotropin releasing hormone. അപ്പോൾ നമ്മൾ കുറച്ച് ഹോർമോണുകളൊക്കെ +1 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ ഈ ഒരു സ്പെർമാറ്റോജെനിസിസ് അതായത് ബീജോൽപാദനം അല്ലെങ്കിൽ ഈ ഒരു പുംബീജോൽപാദനം എന്നുള്ളത് ഓരോ മെയിൽസിലും ഏത് ഏജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്യൂബേർട്ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണാണ് ഈ ഒരു സ്പെർമാറ്റോജെനിസിസിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഗൊണാഡോട്രോപ്പിൻ ഈസ് എ ഹൈപ്പോതലാമിക് ഹോർമോൺ. അതായത് ഗൊണാഡോട്രോപ്പിൻ ഹോർമോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹൈപ്പോതലാമിക് ഹോർമോണാണ്. The increased levels of gonadotropin stimulate the anterior pituitary which then secrete. എന്ത് ചെയ്യും? ഈ ഒരു ഗൊണാഡോട്രോപ്പിൻ സ്റ്റിമുലേറ്റ് അതെന്ത് ചെയ്യുന്നുണ്ട്? അത് ആ ഒരു ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഹോർമോണ്, അതായത് താഴെ കാണുന്ന 2 ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? LH അതായത് ലൂട്ടനൈസിങ് ഹോർമോൺ. എന്താണ് ലൂട്ടനൈസിങ് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ? ലൂട്ടനൈസിങ് ആക്ട് at the Leydig cells and stimulate the secretion of androgen which stimulate the process of spermatogenesis. അതായത് ലൂട്ടനൈസിങ് ഹോർമോണ് എന്ത് ചെയ്യുന്നുണ്ട്? ലേഡിക് സെൽസ്, നമുക്കറിയാം സെമിനിഫറസ് ട്യൂബിൾസിൽ കാണപ്പെടുന്ന ലേഡിക് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതുവഴി അവിടെ ആൻഡ്രോജൻ എന്ന ഹോർമോൺ, മെയിലിൽ കാണുന്ന ആൻഡ്രോജൻ എന്ന ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നു. ഇതുവഴി അവിടെ സ്പെർമാറ്റോജെനിസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നു. നെക്സ്റ്റ് FSH. അപ്പോൾ LH FSH അതായത് ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഗൊണാഡോട്രോപ്പിൻ സ്റ്റിമുലേറ്റ് എന്ത് ചെയ്യും? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്യും. ആ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി 2 ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ LH ഓർ ലൂട്ടനൈസിങ് ഹോർമോൺ അല്ലേ? ലൂട്ടനൈസിങ് ഹോർമോൺ എന്തിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നത്? സ്പെർമാറ്റോജെനിസിസിനെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ FSH അല്ലെങ്കിൽ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്തിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നത്? FSH ആക്ട്സ് ഓൺ സെർട്ടോളി സെൽ. FSH സെർട്ടോളി സെല്ലിൽ ആക്ട് ചെയ്ത് സ്പെർമിയോജെനിസിസിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇവിടെ LH ഏതിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നത്? ഏത് സെല്ലിനെയാണ്? ലേഡിക് സെല്ല് അല്ലേ? LH ലേഡിക്കിനാണെങ്കിൽ FSH ആരെയാണ്? സെർട്ടോളി സെല്ലിനെയാണ്. എന്നിട്ട് ഏത് പ്രോസസ്സിനെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്? സ്പെർമിയോജെനിസിസിനെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു സ്പെർമാറ്റോജെനിസിസ് എന്നുള്ളത് 4 ഫേസസ് ആയിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് ഫേസ് മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, ഗ്രോത്ത് ഫേസ്, ദെൻ ഡിഫറൻസിയേഷൻ ഫേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഗാമറ്റോജെനിസിസ് അല്ലെങ്കിൽ സ്പെർമിയോജെനിസിസിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സ്പെർമാറ്റോഗോണിയ മൈറ്റോസിസ് നടന്ന് ഡിഫറൻസിയേഷൻ നടന്ന് എന്തായി മാറുന്നു? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് ആയി മാറുന്നു. ഈ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സിന് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയി മാറുന്നു. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് സ്പെർമാറ്റിഡ്സ് ആയി മാറുന്നു അല്ലേ? ഇവിടെ സ്പെർമാറ്റോഗോണിയ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന ഈ ടൈമിലാണ് അറ്റ് ദ പ്യൂബേർട്ടി അല്ലേ? അവിടെ ഫസ്റ്റ് ഒരു സ്പെർമാറ്റോഗോണിയയിൽ നിന്നും മൈറ്റോസിസ് സംഭവിച്ച് ഡിഫറൻസിയേഷൻ സംഭവിച്ച് എന്തായി മാറുന്നുണ്ട്? 2 പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് ആയി മാറുന്നുണ്ട് അല്ലേ? ഇനി അതിൽ ഓരോ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സും ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് എന്തായി മാറുന്നുണ്ട്? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റായി മാറുന്നു. ഇനി സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് 4 സ്പെർമാറ്റിഡ്സ് ആയി മാറുന്നു. ഈ 4 സ്പെർമാറ്റിഡ്സ് ഓരോന്നും എന്തായി മാറുന്നു? സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേംസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു പിക്ചറും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയഗ്രാം എല്ലാവരും മനസ്സിലാക്കുക, നോട്ടിലേക്ക് വരച്ചു വെക്കുക. ഇനി അതുപോലെ തന്നെ ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമാറ്റോജെനിസിസ്. മുന്നേ പറഞ്ഞ പോലെ തന്നെ സ്പെർമാറ്റോജെനിസിസിൽ ഏതെല്ലാം ഹോർമോണുകളാണ് ഇൻവോൾവ് ആവുന്നത് അല്ലെങ്കിൽ ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമാറ്റോജെനിസിസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം
എന്താണ് ഹൈപ്പോതലാമസ് അല്ലെ, അതിൻ്റെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതായത് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് 2 ഹോർമോണുകൾ അവിടെ റിലീസ് ആവുന്നുണ്ട് അല്ലേ, സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ LH, ലൂട്ടിനൈസിങ് ഹോർമോൺ. ലൂട്ടിനൈസിങ് ഹോർമോൺ ആരെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നത്? ലേഡിക് സെല്ലിനെയാണ്. ഇനി ഈ ലേഡിക് സെല്ല് ഏത് ഹോർമോണെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നത്? ഇവിടെ ടെസ്റ്റോസ്റ്റിറോൺ ആണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ ടെസ്റ്റോസ്റ്റിറോൺ അല്ല, ആൻഡ്രോജനാണ്. ഓക്കെ, ആൻഡ്രോജനെ അവ റിലീസ് ചെയ്യിക്കുന്നു. ഈ ആൻഡ്രോജൻ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്രൊഡക്റ്റീവ് ട്രാക്ക് ആൻഡ് അതർ ഓർഗൻ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഏത് പ്രോസസ്സിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇവ ഗാമറ്റോജെനിസിസിനെ പ്രചോദിപ്പിക്കുന്നു. ഓക്കെ, ഇനി ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആരെയാണ്? സെർട്ടോളി സെല്ലിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നത്. ദിസ് സെൽ സ്റ്റിമുലേറ്റ്സ് സ്പെർമാറ്റോജെനിസിസ് ആൻഡ് ഹോർമോൺ ഇൻഹിബിറ്റ്. ഓക്കെ, ഇതാണ് ഹോർമോൺ കൺട്രോൾ ഓഫ് സ്പെർമാറ്റോജെനിസിസ്. ഇതും നോട്ടിലേക്ക് എല്ലാവരും എഴുതി വെക്കുക. ഇവിടെ ലേഡി സെല്ല് ടെസ്റ്റോസ്റ്റിറോണല്ല, അവിടെ ആൻഡ്രോജനാണ്. അവിടെ ആൻഡ്രോജൻ എന്ന് എല്ലാവരും ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഗാമറ്റോജെനിസിസിലെ സ്പെർമാറ്റോജെനിസിസ് ആണ്. അതായത് മെയിലിൽ എങ്ങനെയാണ് സ്പേം ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ മെയിലിൻ്റെ ഗ്യാമേറ്റിൻ്റെ ഫോർമേഷനെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അതിൽ 4 ഫേസസ് പഠിച്ചു. ഓരോ ഫേസസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പഠിച്ചു. അതുപോലെ തന്നെ ഈ ഒരു സ്പെർമാറ്റോജെനിസിസിൽ അതിൻ്റെ ഹോർമോണൽ കൺട്രോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഊജെനിസിസ്, അതായത് ഫീമെയിൽ നടക്കുന്ന ഊജെനിസിസ്, അതിൻ്റെ പ്രോസസ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് പഠിക്കാം. അപ്പോൾ ഇതുവരെ പഠിച്ചതിൻ്റെ നോട്ട് മറ്റു കാര്യങ്ങളും എല്ലാവരും എഴുതി വെക്കുക. ഓക്കെ, സംശയം ടീച്ചറോട് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.